ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ചെയ്യാൻ പോകുന്നവർക്ക് IELTS മാത്രം മതി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അവർക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നതേ ഇല്ല? അങ്ങനെയല്ല, നമുക്കിപ്പോൾ ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ഒരു ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമിലോട്ട് പോകുമ്പോഴത്തേക്കും റിക്വയർമെൻറ്റ്, അഡ്മിഷൻ കിട്ടാനുള്ള റിക്വയർമെൻ്റ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പറയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് IELTS വെച്ചുകൊണ്ട് അവർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ അവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ജോബ് ഗ്രാബ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ ജോബ് കിട്ടത്തുള്ളൂ. ഒരു 95% ജോബ്സിനും ജർമ്മൻ അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന് പോകുമ്പോൾ പോലും അത് ചില യൂണിവേഴ്സിറ്റീസ് സർട്ടൺ കോഴ്സസ് മിനിമം ഒരു A2 ലെവലിൽ ജർമ്മൻ ലാംഗ്വേജ് വേണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു B1 ലെവലിൽ ജർമ്മൻ ലാംഗ്വേജ് വേണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു A2 അല്ലെങ്കിൽ ഒരു B1 സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി കിട്ടും. നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും അവർക്കൊരു അഡ്മിഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുത്ത് അവിടെ പഠിക്കാൻ പറ്റും, അവർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജോബ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ.